ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് 5th ഫ്ലവർ എക്സിബിഷൻ ആണ് 2024 ഖത്തറിൽ നടക്കുന്ന. ഇത് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ഫ്ലവർ ഷോ ആണ്. എല്ലാവരും അവരവരുടെ ഫ്ലവർ ഷോ എക്സിബിഷൻ ചെയ്യാനും പിന്നെ അവിടെ നിന്ന് വേണ്ടുന്ന ഫ്ലവേഴ്സും കുറച്ച് പച്ചക്കറികൾ, അത്യാവശ്യത്തിനുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ചെടികളും അതിൻ്റെ തൈകളും ഒക്കെ ആയിട്ടുള്ളത് വിൽപ്പനയുമുണ്ട്. വേണ്ടുന്നവർക്ക് അവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാവുന്നതാണ്. വൈകുന്നേരങ്ങളിലാണ് ഇതിൻ്റെ ഈ ഫ്ലവർ ഷോ ഇവിടെ നടക്കുക. ഇത് ദോഹ സൂക്കിലാണ് നടക്കുന്നത്. ഖത്തർ ദോഹ സൂക്കിൽ ഇറാനി സൂക്കെന്നും പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ്, ഇവിടെ എത്താൻ വേണ്ടി കാറുള്ളവർ അങ്ങനെയും വരാം. ബസ് സർവീസ്, ടാക്സി ഇല്ലെങ്കിൽ മെട്രോ സർവീസും അവൈലബിൾ ആണ്. മെട്രോ ഇതിൻ്റെ അടുത്ത് തന്നെ വന്ന് ഇറങ്ങി നമുക്ക് ഇത് കാണാൻ ഉള്ള സംവിധാനം ഉണ്ട്. അപ്പം അങ്ങനെയും വരിക. നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. വാവ്, ഇതൊക്കെ കണ്ടില്ലേ ചെടികളുടെ? ഇത് കുക്കുംബറിൻ്റെ തൈകളാണ്. കുക്കുംബർ നിങ്ങൾക്ക് ഉണ്ടായി നിൽക്കുന്നത് കാണാം. ദേ കണ്ടോ, എന്ത് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. വാവ്, ഇത് കണ്ടോ ഗൈസ്, നല്ല രസമില്ലേ കാണാൻ? ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുന്നത്, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കാത്തവരും കൂടെ അല്ലെ ഗാർഡനിങ് ആഗ്രഹിക്കാത്തവരും കൂടെ ഇതൊക്കെ കാണുമ്പോൾ ചെടി വെക്കാനുള്ള ഒരു മനസ്സ് വരത്തില്ല. അതെ, അടുത്ത ഇത് കണ്ടോ, ഇവിടെ പലതരം കാക്ടസുകൾ എല്ലാം ഉണ്ട്. കണ്ടോ, എന്ത് നല്ല ഭംഗിയാണ് കാണാൻ. അറിയില്ല, ഇവിടെ നല്ല ഭംഗിയുണ്ട്. അവർ അതുപോലെ അതിനെ നോക്കുന്നതുകൊണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ചിലപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ, മിക്ക പ്ലാന്റ്സുകൾ ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെയാണ്. പക്ഷേ ഇൻഡോർ പ്ലാന്റ്സ് മിക്കവാറും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് കെയർ ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ ഭംഗി മഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതായത് ഉണങ്ങിപ്പോവോ അങ്ങനെ. കാരണം അവരതിൻ്റെ അനുസരിച്ച് വളങ്ങളും കാര്യങ്ങളും വെള്ളങ്ങളും ഒക്കെ അതിനനുസരിച്ച് ഡെയിലി ഒന്നും ഇൻഡോർ പ്ലാന്റ്സിന്, മിക്ക പ്ലാന്റ്സുകൾക്കും ഡെയിലി വെള്ളം ആവശ്യമില്ല. ഒന്നിടയിട്ട ദിവസങ്ങളിലോ ആഴ്ചയിലോ ഒഴിക്കേണ്ട പ്ലാന്റ്സുകളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മറന്നു പോയാലും കാര്യങ്ങളും ഒക്കെ പിന്നെ പ്രശ്നങ്ങളാണ്. സോ അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുപോകുന്നവർ ശ്രദ്ധിക്കുക. അതിനനുസരിച്ചുള്ള കെയറിങ് ചെയ്യാനും സമയമുള്ളവർ മാത്രം മേടിക്കുക. അല്ലാതെ ഔട്ട്ഡോർ പ്ലാന്റ്സുകൾ വേണ്ടുന്നതും അതിനനുസരിച്ച് നോക്കാനും ശുശ്രൂഷിക്കാനും പറ്റുന്നവരൊക്കെ മേടിക്കുക. അതൊരു എന്താ പറയുന്നത്, ഒരു മൈൻഡ് ചേഞ്ച് ആകാനുമുള്ള ഒരു ഇതും കൂടാണ്. പ്ലാന്റ്സ് ഒക്കെ എന്ന് പറയുന്ന ഒരു നല്ല മനോഹരമാണ് കാണാൻ. കണ്ടോ, ഫ്ലവേഴ്സൊക്കെ കണ്ടോ, എന്നാ രസമാണ് കാണാൻ. എനിക്കാണെങ്കിൽ ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട്, ചെടികളെല്ലാം കണ്ടിട്ടാണെങ്കിൽ എനിക്കവിടെ മൊത്തം ചെടികൾ മേടിക്കാനുള്ള മനസ്സായിരുന്നു. പക്ഷെങ്കിൽ എല്ലാം മേടിക്കാൻ പറ്റില്ലല്ലോ.
എനിക്കിഷ്ടപ്പെട്ട കുറേ ചെടികളൊക്കെ ഞാൻ മേടിച്ചു. പിന്നെ ഇത് കണ്ടോ ഗൈസ്, സൺഫ്ലവറിൻ്റെ തയ്യ്, ഇത് ഓമയ്ക്കയുടെ തയ്യ്. ഇതിനിടയ്ക്ക് ഏറെക്കുറെ ഫ്ലവേഴ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറികളുടെയും ചെടികളും തൈകളും ഒക്കെ ആയിട്ടുണ്ട്. വാവ്, ഇത് കണ്ടോ ഗൈസ്, ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ലായിരുന്നു. എന്നാ ഭംഗിയാണ്. ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. എന്നാ ഭംഗിയുള്ള ചട്ടികളെ, പ്ലാന്റ്സ്, അതുപോലെ തന്നെ സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി എന്താ പറയുന്നത്, ചട്ടികൾ അടുക്കി വെക്കാനുള്ള അതിൻ്റെ സ്റ്റാൻഡ്, ഇത് പ്ലാന്റ്സിൻ്റെ സ്റ്റാൻഡുകൾ പല ഷേപ്പും സൈസിലുള്ള. വാവ്, ഇത് കണ്ടോ ഗൈസ്, ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ വലിയ നാരങ്ങയില്ലേ, എന്താ പച്ചക്കറി, മറ്റേ അച്ചാറിടുന്ന ടൈപ്പ് നാരങ്ങ, ആ നാരങ്ങയാണ് ഇത്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്താ കേര എന്നൊരു ഫ്രൂട്ടാണ് പറഞ്ഞത്. അത് വേറെ ലാംഗ്വേജിൽ, അതായത് എന്താ അതിന് എക്സാക്ട്ലി പറയുന്നതെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ പുതിനയുടെ തൈകൾ. എന്തായാലും ഞാൻ നേരത്തെ കാണിച്ച ആ പ്ലാന്റിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ് പ്ലീസ്. ഇത് കണ്ടോ ഓറഞ്ച്. വാവ്, എന്നാ രസമാണ്. ചെറിയ തൈകളാണ്, പക്ഷെ നിറച്ചുണ്ടായി നിൽക്കുക ഗൈസ്. കണ്ടോ, ഞാനിവിടെ എല്ലാം നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എന്നാ ഭംഗിയുണ്ട്. വേണ്ട കണ്ടോ, ഇതൊക്കെ നാരങ്ങയാണ്. ഇത് കൊച്ചു കൊച്ചു ഓറഞ്ചുകൾ കണ്ടോ, നല്ല രസമാണ് കാണാൻ ഗൈസ്. അങ്ങോട്ടുള്ള ഈ ചെടികളൊക്കെ നോക്കിയേ ഗൈസ്. ഈ ചെടികൾ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഫ്രൂട്ടിന് എന്താ, ഇത് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ആണോ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു എന്താ പറയുന്നത്, ഒരു മുന്തിരിങ്ങയുടെ ഒരു ലുക്ക് പോലൊക്കെ ഉണ്ട്. പക്ഷേ അത് മുന്തിരിങ്ങ അല്ല, വേറെ എന്തോ ആണ്. ഞാനത് ചോദിക്കണം എന്നോർത്താണ്. പക്ഷേ അവിടുത്തെ ആള് ബിസി ആയിരുന്നു. അവിടുത്തെ വേറെ ആൾക്കാർ ചെടികൾ മേടിക്കാൻ വന്നപ്പോൾ അവരുടെ അടുത്തായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബിസി ആയിപ്പോയി. എനിക്കത് ചോദിക്കാൻ പറ്റിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നതാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണേ ഫ്രൂട്ട്സിൻ്റെ പേര്. ഇതെല്ലാം ആൾക്കാർക്ക് മേടിച്ചുകൊണ്ട് പോകേണ്ട രീതിക്ക് ചെടികളെ കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ അവർക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും എളുപ്പമല്ലേ. എന്നാ ഭംഗിയെ കണ്ടോ ചെടികളൊക്കെ, എന്നാ രസം. ഇവിടെ നോക്ക് ഗൈസ്, ഇത് കണ്ടോ നാരങ്ങ. കുഞ്ഞു തൈ, പക്ഷെ എന്തുമാത്രം ഉണ്ടായി നിൽക്കുന്നത്. എന്നാ രസാ കാണാൻ. കണ്ടോ, ഇത് ഓറഞ്ച്, വീണ്ടും ഓറഞ്ചിന്റെ തൈ. ഒരു കടയ്ക്ക് തന്നെ എത്ര ഓറഞ്ചാണ് ഉണ്ടായി നിൽക്കുന്നത്. നല്ല റഷുമായിരുന്നു. ഇഷ്ടം പോലെ വൈകുന്നേരം ആയപ്പോഴത്തേന് ആൾക്കാർ നല്ല തിരക്കായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാർ തൈകളും ചെടികളും എല്ലാം മേടിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു ഇതിൽ തന്നെ 3 ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത്. രസാ. അതിൻ്റെ ഭംഗി കൂട്ടാൻ കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ് അവിടെ വെച്ചേക്കുന്നത് കണ്ടപ്പോൾ അത് അത്രമായിട്ട് അതിൻ്റെ ഭംഗി കൂട്ടി. ഈ ചെറിയ ഓറഞ്ച് ഒരു ചെടി, അത് ശരിക്കൊരു മരം പോലും ആയിട്ടില്ല. ചെറിയൊരു അതിൻ്റെ ഇതാ, അതേ തന്നെ എന്തുമാത്രം ഓറഞ്ച്. ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അതിൻ്റെ ചട്ടികൾ നല്ല ഭംഗി കൂട്ടാനുള്ള നല്ല നല്ല വലിയ ടൈപ്പിൽ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം കുറേ പച്ചക്കറി തൈകളുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തായിട്ട്.
എനിക്ക് എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് വീഡിയോസിന് ഇഷ്ടം പോലെ അത് സമയം ഓവറായി പോകും. അതുകൊണ്ട് ഗൈസ് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിൽ പോലും കുറേയൊക്കെ എനിക്ക് എത്രയും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, പൂക്കളൊക്കെ കണ്ടോ, എന്നാ ഭംഗിയാ. വീണ്ടും കണ്ടോ, എന്നെ ഇതൊക്കെ കണ്ടിട്ട് എനിക്കിവിടെ ഇത് കണ്ടോ, എൻ്റെ കൈ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല എന്നാ വലിയ ഇത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് മൊസമ്പി എന്ന് പറയും, പക്ഷെ ഇവിടെ എല്ലാവരും ഈ മൊസമ്പി ഓറഞ്ച് എല്ലാത്തിനും അവർ ഓറഞ്ച് തന്നെയാണ് പറയാറുള്ളത്. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ മിക്കപ്പോഴും ഇത് മൊസമ്പി എന്ന് പറയും, ഇങ്ങനത്തേനെ അല്ലാത്തതിനെ ഓറഞ്ച് എന്നും പറയും. ഇത് കണ്ടോ, ഇത് എന്താണെന്നറിയില്ല, പൂവാണോ അതോ എന്നാണെന്നറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ് ഇത് കണ്ടോ, ഇത് ഫിഗിൻ്റെ ഇതാണ്, തൈയാണ് അത് വെച്ചേക്കുന്നത്. അത് ഫിഗും പിന്നെ അത് 2 സൈസ് ഫിഗ് ഉണ്ടെന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞ്, ആ വിൽപ്പനയ്ക്ക് നിൽക്കുന്ന ആൾ പറഞ്ഞത്. യെല്ലോ ഫിഗും റെഡ് ഫിഗും രണ്ടിൻ്റെയും തൈകൾ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കേര, വീണ്ടും ഇവർ അത് പറഞ്ഞ് കേര എന്നാണ് ഈ ഫ്രൂട്ടിന് പറഞ്ഞത്. ഇതിൻ്റെ ഒറിജിനൽ നമുക്കറിയാവുന്ന പേര് അറിയില്ല ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് ഞാൻ ഇത് കണ്ടോ ഫിഗ്, ഇത് റെഡ് ഫിഗ്. അപ്പുറത്ത് ഞാൻ കാണിച്ചത് അത് യെല്ലോ ഫിഗ് ആയിരുന്നു, ഇത് റെഡ് ഫിഗ്. ഇതൊക്കെ കേര ഉണ്ടായി നിൽക്കുന്ന കണ്ടോ, ഉണ്ടായി നിൽക്കുന്ന കാണാൻ എന്നാ ഭംഗി. ഇത് കണ്ടോ, ചക്ക കണ്ടോ, കുഞ്ഞു ചക്ക ഒരു ഇതേ തന്നെ കണ്ടോ, പിന്നെ ഉണ്ടായി നിൽക്കുക. ഇത് ഞാൻ ഓർത്ത് വിയറ്റ്നാമിൻ്റെ ചക്കയാണെന്ന്, പക്ഷേങ്കിൽ ആൾ പറഞ്ഞ ഇത് തായ്ലാൻഡ് ചക്കയാണെന്നാണ് പറഞ്ഞത്. തായ്ലാൻഡ് ചക്ക, ഇത് നല്ല വലിയ മരമാകുന്നു. ഞാനോർത്ത് കുറച്ച് ഉയരം, വിയറ്റ്നാമിനെ പോലെ കുറച്ച് ഉയരമേ ആകത്തുള്ളൂ. പക്ഷേ അയാൾ പറഞ്ഞത് ആ ചക്കയുടെ നല്ല നീളം വെക്കുന്നതാണ്, അതുപോലെ ചക്കയ്ക്കും ഒരുമാതിരി വലുപ്പം വെക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അതുപോലെ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എന്നാ വലിയ ഒരുമാതിരി മരമായ സംഭവം. ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്, ഏതൻ തോട്ടം പോലെ. നല്ല രസമല്ലേ, എന്നാ ഭംഗിയാ കാണാൻ. ഇങ്ങനെല്ലാം കൂട്ടി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ ഒറ്റയ്ക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കാണില്ല. റോസച്ചെടികളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ, എന്നാ രസം കാണാൻ. ഇത് കണ്ടോ റോസച്ചെടി, ആ പൂക്കളൊക്കെ നിൽക്കുന്നത് കണ്ടോ, ചുമന്നത്, പിങ്ക്, യെല്ലോ തന്നെ 2 തരത്തിലുള്ളത്, ഡാർക്കും ലൈറ്റ് യെല്ലോയും വൈറ്റ് റോസ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഗൈസ് വീണ്ടും റോസച്ചെടികളുടെ മണി പ്ലാന്റ്സ്, ഇഷ്ടം പോലെ വെറൈറ്റി ചെടികൾ. കുറേയൊക്കെയാണ് എനിക്ക് പേര് പോലും അറിയത്തില്ല, ആദ്യമായി കാണുന്ന കുറേ ചെടികളുണ്ടായിരുന്നു.
രസമല്ലേ? അതൊക്കെ ഭംഗി കൂട്ടും. അതുപോലെ തൂക്കിയിടാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ഹാങ് ചെയ്യാനും എടുക്കാനും നല്ല ഭംഗിയായിരിക്കും. ഇത് കണ്ടോ, പൂക്കളെല്ലാം വെറൈറ്റി ടൈപ്പ് ചെടികളുടെയും പൂക്കളും എല്ലാം കൂടെ ഒത്തു വെച്ചപ്പം എന്നാ ഭംഗിയാ കാണാൻ. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫ്ലവേഴ്സിൻ്റെ ചട്ടികൾ, സ്പേസ് ഇല്ലാത്തവർക്ക് ചട്ടികളൊക്കെ വെക്കണമെങ്കിലുള്ള എന്നാ രസമുള്ള പ്ലാന്റിൻ്റെ സ്റ്റാൻഡ്. ഇതാണ്ട് ക്രീപ്പ് പ്ലാന്റ്സ് ഒക്കെ കണ്ടോ, എന്നാ രസമാണ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് ഒറിജിനൽ നമുക്കൊരു ചെറിയ ഫോറസ്റ്റ് പോലെ ഈ ക്രീപ്പ് പ്ലാന്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത് ആക്കിയെടുക്കാവുന്നതാണ്. കണ്ടോ, വെറൈറ്റി ടൈപ്പിലെ അങ്ങനത്തെ. എന്നാ രസമാണ് കാണാൻ. ആ പൂക്കളൊക്കെ കണ്ടോ, റോസപ്പൂക്കളൊക്കെ. എന്ത് ഭംഗിയുള്ള പൂക്കൾ. ഇത് കണ്ടോ ഗൈസ്, പല കളറില് നല്ല രസമുള്ള പൂക്കൾ. ഇത് കണ്ടോ, ഇത് ചെറിയ ഓറഞ്ചാന്നാ പറഞ്ഞത്, ചെറിയ ടൈപ്പ് ഓറഞ്ച്. കുഞ്ഞു ടൈപ്പില് നിറച്ച് ചെറിയ തൈയാണ്, പക്ഷെ അത് നിറച്ചുണ്ടായി നിൽപ്പുണ്ട്. നിറച്ചുണ്ടായി. ഓറഞ്ചാണ്, നാരങ്ങ അല്ല കേട്ടോ, ഓറഞ്ചാണെന്നാണ് പറഞ്ഞത്. ഇനി അത് പക്ഷെ എനിക്ക് നാരങ്ങ പോലും തോന്നുന്നുണ്ട്. അത് ചെറിയ ടൈപ്പ് ഉണ്ട ഓറഞ്ചാണെന്നാണ് ആൾ പറഞ്ഞത്. ഇത് ഓരോരുത്തരും മേടിച്ച് കവറുകൾ അവിടെ കൊണ്ടുപോകാനുള്ളത് അതിനനുസരിച്ച് വെച്ചേക്കുകയാണ്. അത് ക്യാരി ചെയ്യാൻ പാടുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ കൊണ്ട് നമ്മുടെ കാർ പാർക്കിംഗ് വരെ തരാനുള്ള സർവീസ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇത് കണ്ടോ ഗൈസ്, കണ്ടോ, നല്ല ആ ഒരു ഇതിൽ രണ്ട് വലിയൊരു ഓറഞ്ചുകളാണ് നിൽക്കുന്നത്. രസമാണ്. ഇതൊക്കെ ഇവിടുത്തെ ഖത്തർ റിയാൽ ഞാൻ ചോദിച്ചപ്പോൾ ആ ചെടികൾക്കൊക്കെ 120 110 ഖത്തർ റിയാലേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒട്ടുമുക്കാലും ചെടികൾക്കെല്ലാം 15 20 25 30 35 ആ ഒരു റേഞ്ചിലാണ്. ചില ചെടികൾക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് പ്രൈസ് കൂടുതൽ. അത് അതിൻ്റെതായിട്ടുള്ള വലിയ ചെടികളും പിന്നെ അതുപോലത്തെ ഉള്ള ടൈപ്പ് ചെടികൾക്കൊക്കെ ഉള്ളൂ. അല്ലാത്ത ഒട്ടുമുക്കാലും നമുക്ക് അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. കണ്ടോ ഗൈസ്, വീണ്ടും എനിക്ക് ഇങ്ങനത്തെ ഉണ്ടായി നിൽക്കുന്ന ടൈപ്പ് ചെടികളും തൈകളും ചെറിയ മരങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കൺട്രോൾ വിട്ടു. അതാ വീണ്ടും ഞാൻ പറയുന്നത്. കണ്ടോ, അടുത്തടുത്ത് എന്നാ രസം. ഇങ്ങനെ കാണുമ്പോഴുള്ള എന്നാ രസമാണ്. അത് ആ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേകം വൈബാണ് അതൊക്കെ കാണുമ്പോൾ. അതേ നിറച്ചുണ്ടായി നിൽപ്പുണ്ട് കണ്ടോ. ഇത് ഒരുവിധം മരം ആയ ടൈപ്പാണേ. ഇങ്ങനെ സ്ഥലവും സ്പേസും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ശരിക്കും നട്ടു കൊടുക്കാം. ഇത് ചട്ടിയിലായിട്ട് തന്നെ ഇത്രയായി. അപ്പം അത് നട്ടും കൂടെ കൊടുക്കുവാണെങ്കിൽ ഇത് വലിയൊരു ഇതിൻ്റെ അകത്താണ്, ഗ്രോ ബാഗിൻ്റെ അകത്താണ് അവർ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, എന്നാ രസം.
ഇത് കണ്ടോ ഗൈസ്, ഇത് ഒരു ടൈപ്പ് ഞാനടുത്ത് ഷോ ടൈപ്പ് ചില്ലിയുടെ ഇങ്ങനെ കാണുന്ന ടൈപ്പ് ഇല്ലേ, ഷോ പ്ലാന്റ് ടൈപ്പ് ആയിരിക്കും, ഭക്ഷിക്കുന്ന ടൈപ്പ് അല്ലെന്ന്. പക്ഷേ ഇത് ശരിക്കും ഇത് ചില്ലി തന്നെ ആണത്. അതിലും ഞാൻ മേടിച്ചായിരുന്നു. ഞാൻ കുറേ ഇങ്ങനത്തെ ഇത് കണ്ടോ, ഇത് ചെറി തക്കാളി എന്ന് പറയത്തില്ലേ, അതാണ്. അതൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ എന്നാ ഭംഗിയാണ്. ആ ചില്ലി ഞാൻ നേരത്തെ കാണിച്ചത് അത് നല്ല സ്പൈസ് ഉള്ളതാണ്, ചെറുതാണേലും നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഗൈസ്. കണ്ടോ തക്കാളി കണ്ടോ ഗൈസ്, കണ്ടോ ചെറിയ തക്കാളി ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ, എന്നാ രസമാണ്. അതുപോലെ തന്നെ ഇത് വഴുതനങ്ങ കണ്ടോ ഉണ്ടായി നിൽക്കുക, എന്നാ ഭംഗിയാണ്. ഇതെല്ലാം ഞാൻ ഇവിടെ എൻ്റെ തൈകൾ നട്ട് ഒരുമാതിരി ആയിട്ടുണ്ട്, എല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് ഞാൻ ഓൾറെഡി നട്ട് എൻ്റെ കമ്പൗണ്ടിൽ ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ചെറിയ കടച്ചക്ക, പൈനാപ്പിൾ. ചില നാട്ടിൽ കടച്ചക്ക എന്ന് പറയും, ചില നാട്ടിൽ എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ കടച്ചക്ക എന്നാണ് അതിന് പറയുന്നത്. കണ്ടോ ഗൈസ്, എന്നാ രസമാണ് സ്റ്റാൻഡുകളും ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടോ. ഞാനിവിടെ എല്ലാം വോയിസ് ഓവർ കൊടുത്തേക്കുന്ന, അവിടെ ഭയങ്കര സൗണ്ടാണ്. ഞാനിത് പറഞ്ഞാൽ പോലും ഇതിൻ്റെ അകത്ത് വരില്ല. പിന്നെ ആൾക്കാർ അവിടെ സംസാരിക്കുന്നവരും പ്രൈസ് ചോദിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവരുടെ പേഴ്സണൽ പ്രൈവസിയുടെയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് ഞാനവിടെ റെക്കോർഡിങ് മാത്രമേ ഇത് ചെയ്തുള്ളൂ, വീഡിയോ റെക്കോർഡിങ് മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഗൈസ് വോയിസ് ഓവർ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഭംഗി കണ്ടോ, എന്താ ഭംഗി. നല്ല ഫോട്ടോ എടുക്കാൻ നല്ല എന്താ പറയുന്നത്, നല്ല സീനാണ്, നല്ല സീനറി. വാവ്, ഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ ഈ കൊച്ചു വീഡിയോ ഞങ്ങളുടെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സ്പെഷ്യലി കമൻറ്റ് ചെയ്യുക. നല്ലതായാലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഇത് ആക്ച്വലി എൻ്റെ മോൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് എൻ്റെ ചെറിയ വീഡിയോസും കൂടി ഇടുന്നതേ ഉള്ളൂ. അവൻ്റെ ഒരു ഹോബിയായിട്ട് അവൻ തുടങ്ങിയതാണ്. അവന് 13 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവന് ഒഫീഷ്യലി അങ്ങനെ തുടങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവന് സപ്പോർട്ട് ചെയ്തുള്ള രീതി ഞാനും കൂടെ അത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ആ രീതിക്കായിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അവൻ ഇങ്ങനത്തെ ട്രാവലിംഗ്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ താല്പര്യമുള്ള അവനാണ്. ഇത് ഒട്ടുമുക്കാലും റെക്കോർഡിങ്ങും ചെയ്തത് മോന്. പക്ഷെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനത് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു.